ഹലോ ഗൈസ്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ച് കിടന്ന് ഉറങ്ങാന്ന് വിചാരിച്ചപ്പോഴാണ് കോഴിയെല്ലാം കിടന്ന് ഭയങ്കര കൂവ്. പിന്നെ നേരെ പോയി അതിനെല്ലാം തുറന്നു വിട്ടു. പെടക്കോഴികൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ പൂവൻ കോഴിയാണ് ഏറ്റവും വലിയ പ്രശ്നം. കോഴികളെല്ലാം ഇപ്പൊ താഴെ ഇറങ്ങാനായിട്ട് പുതിയ വഴിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കോഴീനെ തുറന്നിട്ടിട്ട് കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞു വന്നപ്പോഴാണ് എന്റെ ഉറക്കം പോയത്. പിന്നെ ഞാൻ നേരെ മേളിലോട്ട് പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞുകൊണ്ട് പാടത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. എനിക്ക് ഈ പാടം ഇഷ്ടമായ താഴെ കമന്റ്. പെടക്കോഴികൾ മാത്രമല്ല, പൂവൻ കോഴിയും കണ്ടുപിടിച്ചു പുതിയ വഴി. ആദ്യമേ എല്ലാവരും സ്റ്റെപ്പ് വഴിയായിരുന്നു താഴെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ മേളിൽ നിന്ന് ഒറ്റ ചാട്ടമാണ് താഴത്തോട്ട്. താഴെ കിടന്ന് നമ്മുടെ പൂച്ചയല്ല ഇപ്പൊ മേളില് ഒരു പെട്ടിക്കകത്താണ് കിടക്കുന്നത്. പുറത്തെല്ലാം നല്ല മഞ്ഞായതുകൊണ്ട് ഇവിടെയുള്ള മിക്ക പൂച്ചയും ഞങ്ങളുടെ വീടിന്റെ മേളിലാണ് രാത്രി കിടക്കുന്നത്. ഇവിടെ പണിയൊന്നും തീരാതെ കിടക്കുന്നോണ്ടായിരിക്കാം. അങ്ങനെ മേളിൽ നിന്ന് നോക്കിയപ്പോഴാണ് താഴെ പൈപ്പ് തുറന്ന് കിടക്കുന്നത്. പിന്നെ ഞാൻ അതടക്കാനായിട്ട് താഴത്തോട്ട് പോയി. അങ്ങനെ താഴെ വന്ന് പൈപ്പ് അടച്ച് ഞാനിപ്പോ പുറകിലോട്ട് പോവാണ്. ഇവിടെ ഇരുന്ന് നമ്മുടെ കോഴിക്കോട് ഇപ്പൊ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ തോട്ടിന്നൊന്നും വലുതായിട്ട് വെള്ളം കയറാറില്ല. പിന്നെ കുറച്ച് വെള്ളം ഇവിടെ മാത്രം കാണും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ താന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ മാത്രം വെള്ളം ഉള്ളത്. ഇപ്പൊ ഞങ്ങളുടെ അങ്ങോട്ടൊന്നും വലുതായിട്ട് വെള്ളം കയറാറില്ല. മുത്തവും പോളയും പോയി കഴിഞ്ഞപ്പോ ചെറുതായിട്ടൊക്കെ പോള വരുന്നുണ്ട്. തോട്ടിലൊന്നും ഇപ്പൊ പണ്ടത്തെ പോലെ അത്ര നല്ല വെള്ളമൊന്നും അല്ല. വേസ്റ്റ് എല്ലാം ആയിട്ട് കിടക്കുവാണ്. ഫുള്ള് വേസ്റ്റ് ആണ്. ഒഴുക്കൊന്നും ഇല്ലാതെ കിടക്കുന്നോണ്ടായിരിക്കാം. അങ്ങനെ ഇപ്പൊ പതുക്കെ സൂര്യനെല്ലാം ഉദിച്ചു വരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് കോഴികൾക്കൊക്കെ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്തു. അതെല്ലാം ഇപ്പൊ തിന്നോണ്ടിരിക്കുവാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബായ്. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.